ഇതുവരെ ഹിന്ദി എക്സാമിന് ചാപ്റ്റർ പഠിക്കാത്തവർക്കും ഒന്നിനും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞവർക്ക് വരെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്. ഹലോ ബച്ചോ, ക്യാ ഹാൽ ചാൽ, വെരി ഗുഡ് മോർണിംഗ്, कैसे हैं आप सब आज. ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ് പ്രഡിക്ഷൻ. I don't like it, but prediction likes me. സോ എന്താണ് നമ്മൾ കംപ്ലീറ്റ് എന്തൊക്കെ ഓരോ ചാപ്റ്റർ വൈസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ എക്സാം പേപ്പറിൽ നമുക്ക് അല്ലെങ്കിൽ നാളത്തെ ചോദ്യ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും, നമുക്കൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാം. ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം, നല്ല മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാമെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. എന്താണ് നമ്മുടെ ഹിന്ദി യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 വരുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് വളരെ ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് പ്രഡിക്ഷൻ ആണ്, എന്തൊക്കെ വരും, ഇത് മാത്രം പഠിച്ചാൽ മതിയോ, ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രഡിക്ഷൻ റെഡി? സോ നോക്കാം എന്താണ് നമ്മുടെ യൂണിറ്റിൽ വരുന്നത്. യൂണിറ്റ് 1 എത്രയൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നത്? അഞ്ജു ഗർഭന്തിയുടെ നമ്മുടെ ഖിഡ്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അഞ്ജു ചേച്ചി വീട്ടിലെ ജനൽ അടച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം, വേഗം പോയി കണ്ടോ. എല്ലാം നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അതൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഷോർട്ടായിട്ട് എത്രമാത്രം പഠിച്ചാൽ മതി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തില്ല, ഓൾറെഡി എല്ലാ വീഡിയോ അപ്ലോഡഡ് ആണ്. സോ വളരെ ബെറ്റർ. സോ നോക്കാം നമുക്ക് ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ പഠിച്ച് നല്ല രീതിയിൽ സ്കോർ ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് വരുന്നത്? ഏതാണ്? ഖിഡ്കിയാണ് അല്ലെ, അഞ്ജു ഗർഭന്തിയുടെ ഒരു ഖിഡ്കി എന്ന കഹാനിയാണ് വരുന്നത്. രണ്ടാമത്തേതായിട്ട് എന്താണ് വരുന്നത്? രണ്ടാമത്തേതിൽ എന്താണ് വരുന്നത്? രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോ ജിന്ദഗി കാ സഫർ ആണ്, അത് ഹൈക്കു ആണ് വരുന്നത്. ഹൈക്കു 1, ഹൈക്കു 2, ഹൈക്കു 3, 3 ഹൈക്കു ആണ് അവിടെ വരുന്നത്. പിന്നീട് അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്താണ്? റെയിൻ ബസരേമേ എന്താണ്? രാത്രി ജോ സത്രത്തിൽ എന്ന് പറയുന്ന റെയിൻ ബസരേമയിലാണ് വരുന്നത്. അമൃതലാൽ ജോ വേഗഡ് ജി കി ജോ റെയിൻ ബസരേമയാണ് വരുന്നത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 4 ആണ്, കവിതയാണ്. മേരെ ദുനിയാ കി തമാം ബच्चे അല്ലെ, എൻ്റെ ലോകത്തുള്ള നമ്മുടെ ഈ ലോകത്തെ എല്ലാ കുട്ടികളും തമാം ബच्चे മുഴുവൻ കുട്ടികളാണ്. ജോ അദ്നാൻ ഖഫീൽ ദർവേഷ് ജിയുടെ ആണ്. പിന്നെ വൈറ്റ് ക്യാപ്പ് ആണ്, കഹാനിയാണ്, വൈറ്റ് ക്യാപ്പ് കഹാനിയാണ്. ലോക് ബാബുജിയുടെ കഹാനിയാണ് വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. സോ നോക്കാം അടുത്തത് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ്റെ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ മേജർ പോർഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 മാർക്കിന് ചോദിക്കാൻ പോകുന്നത് 5 എണ്ണം നിങ്ങൾക്കല്ല, 5 എണ്ണം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് എവിടെയാണ് വരുന്നത്? 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതായത് 10 മാർക്കോളം നിങ്ങൾക്ക് ഈസി ആയിട്ട് 10 മാർക്കല്ല 10 ചോദ്യങ്ങളോളം നിങ്ങൾക്ക് വരുന്നത് എവിടെ തന്നെയാണ്? കാരണം ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. 20 മാർക്കോളം 40-ന് 50% മാർക്കോളം ഈ എസ്സേ ടൈപ്പിൽ വരുന്നതാണ്. സോ നല്ല രീതിയിൽ എല്ലാം 5 ചാപ്റ്റേഴ്സിനെ കുറിച്ച് അറിഞ്ഞാൽ 5 എണ്ണവും ഈസി ആയിട്ട് എഴുതാം. പക്ഷേ അവസാനം ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു അസംഷൻ പോലെ ഒരു ഖണ്ഡ് നിങ്ങൾക്ക് വരുന്നതാണ്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ റെഡി? നമ്മൾ നോക്കുകയാണെങ്കിൽ ഖിഡ്കിയിൽ വരുന്ന സമയത്ത് എന്താണ്? ഖിഡ്കി ജോ കഹാനി അഞ്ജു ഗർഭന്തി കി കഹാനി മേ ജോ ദോ പെർസ്പെക്റ്റീവ്, രണ്ട് ആൾക്കാർ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ അവിടെ പറയുന്നത്. സോ പെട്ടെന്ന് തന്നെ അതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻ മേ ബി വരാൻ നിങ്ങൾക്ക് സാധ്യതയുള്ളത് എവിടത്തേക്കാണ് പരിവാർ പോകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്നുകിൽ ഹോഷിയാർപൂരിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് പോകുന്നു, എന്തിന് പോകുന്നു? ഷാദി കെ ലിയെ ജാ രഹാ ഹൈ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. അല്ലെ ഏത് കമ്പാർട്ട്മെന്റിൽ പോകുന്നു? AC കമ്പാർട്ട്മെന്റിലാണോ, ജനറൽ കമ്പാർട്ട്മെന്റിൽ? ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ നിങ്ങൾക്ക് 1 മാർക്കിന് ഡെഫിനറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. വെരി ഗുഡ് ബച്ചോ. അടുത്തത് നോക്കാം. അടുത്തതിൽ എന്താണ് ഞാൻ പറയുന്നു? ഈ ഒരു കഥയുടെ വെച്ചിട്ട് പത്ര തയ്യാർ കർണ. നമുക്കിവിടെ കാണാം ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവാ ആയാ താ. ഹോഷിയാർപൂരിൽ നിന്നാണ് കല്യാണത്തിന് ഒരു ഇൻവിറ്റേഷൻ വന്നു. ഇങ്ങനത്തെ ഒരു ഗണ്ട് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ വരും. അതിൽ നിന്ന് ഫട്ടാഫട്ട് പത്ര തയ്യാർ കർണ എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. കാരണം എന്താണ്? ഖിഡ്കിയിലെ അദ്ദേഹം പതിയുടെ അവസ്ഥകളൊക്കെ അദ്ദേഹം വെച്ച അച്ഛനെയൊക്കെ ഓർമ്മ വന്നു, ആ യുവതിയെ കണ്ടപ്പോൾ സ്വന്തം അച്ഛനിലെ ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ്? സുഹൃത്തിന് ഒരു പത്രം എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ എന്താണ്? ഡയറി ലിഖന. അന്നത്തെ രാത്രി നമ്മുടെ പതി എഴുതാൻ സാധ്യതയുള്ള ഡയറി എഴുതുക എന്നൊരു ക്വസ്റ്റ്യനും ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഡയറി അല്ലെങ്കിൽ ഡയറി തന്നെ, ഞാൻ ഷുവർ ആയിക്കോ. ഡയറി എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 4 മാർക്കിന് ഇന്നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഡയറി തന്നെയായിരിക്കും. ഡയറി എഴുതിക്കോ, ഒന്നും ചെയ്യണ്ട. ദിൻ താരിഖ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദിൻ താരിഖ് എഴുതിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചിട്ട് വിവരിച്ചെഴുതിയാൽ തന്നെ 4 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഡയറി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വെരി ഗുഡ് ബച്ചോ. അടുത്ത നോക്കാം. ഇതിൽ നിങ്ങൾക്ക് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സുകളിൽ നിന്ന്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം നിങ്ങളൊന്ന് ഓടിച്ചു പോവുക, മനസ്സിലാക്കുക. കഥ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും. സോ പിന്നീട് എന്താണ്?
കിടക്കിയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അതുപോലെ തന്നെ ചേരുംപടി ചേർക്കുക എന്നൊരു കാര്യം ചിലപ്പോൾ വരാം. സന്ദർഭം തന്നിട്ട് ബച്ചേ കുട്ടികൾ എവിടെയാണ് പോകുന്നത്? ഖിടക്കി സീറ്റ് ചപ്പട്ടലി. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഖിടക്കിയുടെ സീറ്റ് പെട്ടെന്ന് പോയി പിടിച്ചു കുട്ടികൾ ഹെന. ഖിടക്കി സീറ്റ് ചപ്പട്ടലി. അടുത്ത എന്താണ്? പതി എന്താണ് ചെയ്തിട്ടുള്ളത്? പതി അപ്പനെ ബെട്ടി ജോ പിതാക്കെ യാദ് ആകൈ, ഓർമ്മ വന്നു. ഓക്കെ. പത്നി എന്താണ്? പാഞ്ചാൾ ലേലിയ. ഓക്കെ. യുവതി എന്താണ്? മേൽ കർത്തെ ഹുയെ ആങ്ക് ബർ ഗൈ. അച്ഛൻ സാധാരണ ട്രെയിനിൽ വിൽക്കുമായിരുന്നു. സോ ഇതൊക്കെ വെച്ച് ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് ചേരുംപടി ചേർക്കുക. സഹി പ്രസ്താവന, സഹി ജോഡ്ന ഹേ, ജോ സഹി ഹേ ഇസ്കോ ജോഡ്ന ഹേ, യോജിപ്പിക്കണം എന്നൊരു ക്വസ്റ്റ്യനും ഈ ഒരു അധ്യായത്തിൽ തന്നെ നിങ്ങൾക്ക് വരാം. വെരി ഗുഡ് ബച്ചോ, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തോ. എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. സോ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഡയറി എന്നത് കൺഫേം ആണ്. ഡയറി എന്ന് പറയുന്നത് ഷുവർ ഷോട്ട് ആണ്. ഓക്കെ. ഡയറി എന്നൊരു നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, ഞാനും ഈ പണി നിർത്തിപ്പോകുമെന്ന് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. എങ്കിലും നോക്കാം. റെഡി? ബച്ചോ ഡെഫിനറ്റ് ആണ്, ഉറപ്പാണ്, ഷുവർ ആണ്. ഞാൻ പറയുന്നു ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഡയറി ഉണ്ടായിരിക്കും. ഓക്കെ. ഇല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തിപ്പോകും എന്ന് പറയുന്നില്ല, കാരണം ഇപ്പോൾ പണിക്ക് കയറിയിട്ടേ ഉള്ളൂ. സോ നോ വറീസ്, അടുത്തതിൽ പറയാം നമുക്ക്. സോ താങ്ക് യു ബച്ചോ. ഡയറി പഠിച്ചോ. ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് അവിടെ എന്താണ് ബാക്കപ്പ് എന്ന രീതിയിൽ ലെറ്റർ പഠിച്ചു കഴിഞ്ഞാലും യൂസ്ഫുൾ ആണ്. ഗുഡ്. സോ അടുത്ത എന്താണ്? ഓക്കെ. കിടക്കിയിൽ നമ്മൾ എങ്ങനെ ഡയറി എഴുതാം എന്ന് പറയാം. ദിനാങ്ക് എഴുതണം, ദിവസം എഴുതണം, ആജ് ട്രെയിനിലെ അവസ്ഥകളൊക്കെ പറയണം. അവസാനമായിട്ട് ഞാൻ പറഞ്ഞു ആജ് മേനെ കുച്ച് ജ്യാദാ ഹി ലിഖ് ദിയാ, ഇന്ന് ഞാൻ കുറച്ച് അധികം എഴുതി. സോ എന്താണ്? ഏക് അച്ഛേ ദിൻ കി ആശാ കർത്തേ ഹുയേ, ഒരു നല്ലൊരു ദിവസത്തിനെ കുറിച്ച് ശുഭാപ്തി പ്രതീക്ഷയോടെ നിർത്തുന്ന രീതിയിൽ ഡയറി അവസാനിപ്പിക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താണ്? ജിന്ദഗി കാ സഫർ, ഹൈക്കു ആണല്ലേ. 3 ഹൈക്കു ജാപ്പനീസ് കവിതാ രൂപാണ്. പെഹല 5, ദൂസറ 7, തീസറ 5. ഒന്നാമത്തെ 5, രണ്ടാമത്തെ 7, മൂന്നാമത്തെ 5 എന്ന അക്ഷരങ്ങൾ വരുന്ന ആ ഒരു ശ്രേണിയാണ് ഹൈക്കുള്ളത്. ജാപ്പനീസ് കവിതാ രൂപാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ഹൈക്കു ചോദിച്ചാലും ഈ 2 പോയിന്റ് എത്തിക്കോ. 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് അവിടെ ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബാക്കി കവിതയുടെ ആശയം എഴുതിയാൽ മതി. കവിതയുടെ ആശയം എന്താണ്? ഒന്നാമത്തെ സുരംഗമായ യാദവയുടെ കവിതയിൽ പറയുകയാണെങ്കിൽ സാമാജിക് അസമാന സാമാജിക് സമൂഹത്തിലെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ആർത്തിക് और സാമാജിക് അസമാനതയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കവിതയിൽ. എന്താണ്? സദാ കിൻകെ ജോ ആങ്കൻ മേ ക്യാ ഹേ ഫുഹാർ എന്ന് പറയുന്നത്. ഓക്കെ. എപ്പോഴും മഴത്തുള്ളിയാണ് നമ്മുടെ ബൂർഷ അല്ലെങ്കിൽ മുതലാളിയുടെ വീട്ടുമുറ്റത്ത്. അതെന്ത് വെള്ളപ്പൊക്കോ വരൾച്ച എന്ത് വന്നു കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് വീട്ടുമുറ്റത്ത് എന്താണ് എപ്പോഴും ഒരു മഴത്തുള്ളി പോലെ നല്ല ചാറ്റൽ മഴയൊക്കെയാണെന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ആ ഒരു സമൂഹത്തിലെ ആ സ്ട്രക്ചറിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. കാരണം ഉള്ളവനും ഇല്ലാത്തവനും എന്ന് നമ്മൾ പറഞ്ഞ മാർക്സ്വാദിലെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സമൂഹത്തിൽ ആർത്തികത रूप में और सामूहिक जो क्या है सामाजिक വിഡംബന എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അസമാനത, സാമൂഹിക और സാമാജിക് അസമാനത എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാം. അസമത്വങ്ങളെ കുറിച്ചാണ് ഈ ഒന്നാമത്തേൽ പറയുന്നത്, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ളത്. രണ്ടാമത്തേൽ വരുമ്പോൾ ബാബു ശർമാജി, ഡോക്ടർ ഗോപാൽ ബാബു ശർമാജി की हाइकू में वृद्धावस्थेल जो पापा ने ढूंढी लाठिया, पापा ने ढूंढी लाठिया का मतलब എന്താണ്? അച്ഛൻ എന്ത് ചെയ്തു? വൃദ്ധാവസ്ഥയിൽ എന്ത് അന്വേഷിച്ചു? ലാഠിയ മത്ലബ് അദ്ദേഹത്തിന്റെ ഊന്നുവടി അന്വേഷിക്കുന്നത്. കാരണം ഒരു സഹായം, ആശ്രയത്തെയാണ് അന്വേഷിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നു ഒന്നും നോക്കണ്ട, ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചോ. ഒന്നാമത്തെ ഹൈക്കു തന്നെ, ഒന്നാമത്തെ ഹൈക്കുവിന് നിങ്ങൾക്ക് വരും. ഞാൻ വേറെ ഒന്നും ഇവിടെ പറയാൻ പോകുന്നില്ല. ഒന്നാമത്തെ ഹൈക്കുവിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. മൂന്നാമത്തെ ഹൈക്കുവിൽ എന്താണ്? ഒരു വലിയ ബർഫീലി നഗരമേ, അതിനെ എന്ത് ക്യാ ഹെ സ്നേഹി ഊഞ്ച്, ആ സ്നേഹത്തിനെ തപ്പി നടക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ ഹൈക്കുവിൽ പറയുന്നത്. ഞാൻ പറയുന്നു ഒന്നാമത്തെ ഹൈക്കു പഠിച്ചോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. റെഡി? വെരി ഗുഡ് ബച്ചോ. പെട്ടെന്ന് നോക്കാം. റെയിൻ ബസറേമേ 4000 കിലോമീറ്റർ ഒക്കെ നടന്ന നമ്മുടെ യാത്രികന്റെ ആ സാഹസിക അമൃതലാൽ വേഗർജിയുടെ റെയിൻ ബസറേമേ. റെയിൻ രാത്രി എവിടെയാണ്? ബസറേമേ ആണ്, ബസറയിലാണ്. എന്താണ്? ക്ഷേത്രത്തിന്റെ ഒക്കെ വരാന്തിൽ അല്ലെങ്കിൽ സത്രത്തിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കഥയിൽ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? കഥയുടെ ചെറിയൊരു ഐഡിയ നമുക്കറിയില്ലേ. എന്താണ്? അദ്ദേഹം യാത്ര ആരംഭിക്കുന്നു മഴക്കാരണം എന്താണ്? തൊട്ടടുത്തുള്ള പത്തോട ഗാവിൽ പോകുന്നു. അവിടെ അദ്ദേഹത്തെ ഗ്രാമവാസികളൊക്കെ അദ്ദേഹത്തെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നു. അദ്ദേഹത്തിന് അവിടെ കിടക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടെ മറ്റൊരാളായിട്ടുള്ള ജോ പകൽ ആദ്മി എന്ന് പറയുന്ന അദ്ദേഹം ഇവരെ ധംകി ദേത്ത, അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ഒരു അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ ബുക്ക് കണ്ടപ്പോൾ അവർ ഇദ്ദേഹത്തെ അധ്യാപകനാണെന്ന് അറിഞ്ഞപ്പോൾ എന്താണ്? അധ്യാപകനാണ് സമ്മാൻ, ആദരവ്, റെസ്പെക്ട്, ഇസ്സത്ത് സബ് കുച്ച് ഉസ്കെ മൻ സേ ആ ഗയാ. അദ്ദേഹത്തിന്റെ മനസ്സെ ബാഹർ ആ ഗയാ. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നാണ് അധ്യാപകനോടുള്ള കംപ്ലീറ്റ് റെസ്പെക്ട് ഒക്കെ പുറത്തു വന്നു. അപ്പോൾ ഇദ്ദേഹം എന്താണ്? ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്
ആണെന്ന് പറയുന്ന ഈ റെയിൻ ബസരമേ എന്നൊരു കാര്യത്തിൽ എന്താണ് ക്വസ്റ്റ്യൻ വരാൻ കൂടുതൽ സാധ്യത? പത്ര. ഓക്കെ, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇദ്ദേഹം ഇന്നത്തെ അനുഭവം വെച്ചിട്ട് മറ്റൊരാൾക്ക് പത്ര എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. റെയിൻ ബസരമേ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എല്ലാം ഒന്ന് വായിച്ചു നോക്കോ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരാം. റെഡി? ഓക്കെ. സോ ഇതിൽ അതുപോലെ തന്നെ എന്താണ് വാക്യ വിസ്താർ കർണ, നിങ്ങൾക്ക് പിരമിഡ് എഴുതുക എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇവിടെ നിന്ന് വരാനും വളരെയധികം ചാൻസ് ഉണ്ട്. നോക്കിക്കോ, വാക്യ വിസ്താർ, ചാബൂക് സെ പാഗൽ മാർനെക്ക് 3 പോയിന്റ് കീ പോയിന്റ് അതിനൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്താണ്? പാഗൽ ആദ്മി. ഓക്കെ, പാഗൽ आदमी धमकी देता है, पागल आदमी धमकता है, पागल आदमी धमकी देता है, पागल आदमी चाबूक से ആ ചാട്ടവാറുടെ വെപ്പൺ കൊണ്ട് ധംകി देता है. മൂന്നാമത്തെ എന്താണ്? പാഗൽ ആദ്മി ചാബൂക് സെ മാർനെ കി ധംകി देता है എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പിരമിഡ് അവിടെ നമ്മൾ റെഡിയാക്കുന്നു. അടുത്ത എന്താണ്? ഇൻ വാക്യോം കി, ഈ വാക്യം നോക്കുവാണെങ്കിൽ ഇതിലെന്താണ് നമ്മൾ മേ ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഇസ്ലിയെ മേ, നമ്മൾ ആ ഒരു ചോദ്യത്തിൽ എപ്പോഴെങ്കിലും മേ കാണുവാണെങ്കിൽ, ഈ കഥയിൽ മേ ആണെങ്കിൽ ഉറപ്പിച്ചോ അതാരാണ്? ആരാണ്? ലേഖക് തന്നെയാണ്. ലേഖക് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ അമൃതലാൽ വേഗഡ് ലേഖകാണ്. ഇതിൽ പക്ഷേ വഹ് എന്നൊക്കെ പറയുമ്പോൾ ചോട്ടുവിനെ പറയാം. അപ്പോൾ വഹ് ആരാണെന്ന് നിങ്ങളെ സന്ദർഭം നോക്കിയിട്ട് മനസ്സിലായിക്കോ. വെരി ഗുഡ്. മേ ആണെങ്കിൽ ഉറപ്പിച്ചോ അതാരാണ്? ഓത്തറാണ്. നിങ്ങൾക്കിത് ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിൽ കാണാം. ഓക്കെ, റെഡി? അടുത്ത എന്താണ്? മേരി ദുനിയാക്കി തമാം ബച്ച്. കവിതയാണോ ആസ്വാദന ടിപ്പണി? കവിതയാണെങ്കിൽ അവിടെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ആസ്വാദന ടിപ്പണി കാണാൻ സാധിക്കുന്നതാണ്. വെരി ഗുഡ്, ആസ്വാദന ടിപ്പണി എഴുതിക്കോളൂ. റെഡി? നല്ല രീതിയിലൊരു ശീർഷക് കവിന്റെ പരിചയം ഒക്കെ വെച്ച് കവി പരിചയം കൊടുക്കാം. കവിതയുടെ ഒരു പരിചയം കൊടുക്കണം, നല്ലൊരു ബോഡി കൊടുക്കണം, നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കണം. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ബച്ചോ, നല്ല രീതിയിൽ എഴുതിക്കോ. നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കവിതയുടെ ആശയം എന്ത് വരി തന്നാലും ഈ ഒരു ആശയം എനിക്ക് എഴുതാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് വേണം. അതാണ് നിങ്ങൾ ഉണ്ടാവേണ്ടത്. സോ അടുത്ത എന്താണ്? ഇത് ചോദിക്കാൻ വേറെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറ്റും. നിങ്ങൾ ആ ഒരു അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ എന്ത് ചോദ്യവും വരാം. 4 മാർക്കിന് ഞാൻ പറയുന്നു, ഇത് എസ്സേ തന്നെ പഠിച്ചോളൂ. വെരി ഗുഡ് ബച്ചോ. അടുത്ത് നോക്കുവാണെങ്കിൽ വൈറ്റ് ക്യാപ്പിൽ നമുക്ക് പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? എന്താണ്? നമ്മളുടെ കേശവിൻ്റെ കഥയാണ്. ഡെഫിനറ്റ്ലി അവൻ്റെ സൗഹൃദത്തിൻ്റെ കഥയാണ്. ഇതൊക്കെ മെയിൻ പോയിന്റ് നോക്കാം. ഉപേക്ഷ ഹെ പെഹലെ, അവനുണ്ടായിരുന്ന അവഗണനയാണ്. ഉൻകി ജോ സപ്ന ഹെ, അവന് ക്രിക്കറ്റ് കളിക്കാനെന്ന് അവൻ്റെ സ്വപ്നമാണ്. അതുപോലെ തന്നെ ഘടന, ഒരുപാട് ഇൻസിഡൻറ്റിലൊക്കെ കടന്നു പോകുന്നു. പശ്ചാത്താപം, അവരുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന പശ്ചാത്താപം, എന്തിനാണ് നമ്മൾ അവനെ അവോയ്ഡ് ചെയ്തത് എന്ന രീതിയിൽ. ദോസ്തി സൗഹൃദത്തിൻ്റെ ആ ഒരു ബന്ധം. അതുപോലെ തന്നെ എന്തിനാണ്? സമ്മാൻ, റെസ്പെക്റ്റ്, ബഹുമാനം. അല്ലേ? വെരി ഗുഡ് ബച്ചോ. ഇതൊക്കെയാണ് ആ ഒരു വൈറ്റ് ക്യാപ്പിൽ വരുന്നത്. വൈറ്റ് ക്യാപ്പിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന പത്ര വൈറ്റ് ക്യാപ്പിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ക്യാപ്റ്റൻ കേശവന് വേണ്ടിയിട്ട് ഒരു പത്ര എഴുതുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓക്കെ, അല്ലെങ്കിൽ കേശവിൻ്റെ ഒരു ഡയറി എന്ന രീതിയിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് നോക്കിക്കോ, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ എന്താണ് പത്ര എഴുതുന്ന സമയത്ത് ഫോർമാറ്റ് എന്താണ് ഞാൻ പറയാറുണ്ട്. പത്രത്തിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മളിവിടെ നോക്കി വെച്ചിട്ടുണ്ട്. ആദ്യം എഴുതണം പത്ര എന്ന് ഹെഡിങ് കൊടുത്തോ. പത്ര എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അവിടെ സ്ഥാൻ താരിഖ്, റൈറ്റ് സൈഡിൽ സ്ഥാൻ താരിഖ് എഴുതാം. ഇവിടെ എന്താണ്? പ്രിയ മിത്ര. ആരാണ് പ്രിയ മിത്ര? കേശവ്. ക്യാപ്റ്റൻ ആണ് എഴുതുന്നത്. ഓക്കെ, ഷഹറിൽ നിന്ന് ക്യാപ്റ്റൻ, നിന്നെ മിസ് ചെയ്യുന്നു, നീ എന്നാ കളിക്കാൻ ഇങ്ങോട്ടേക്ക് വരാത്ത, നിന്റെ കൂടെ കളിക്കണം എന്നൊക്കെ ഉണ്ട് എന്നിട്ട് കേശവിന് ക്യാപ്റ്റൻ ആണ് എഴുതുന്നത്. അപ്പോൾ എന്താണ്? തും കേസെ ഹോ കുച്ച് ഹോന, ഫസ്റ്റ് ലൈൻ. രണ്ടാമത്തേതാണ് ഏക് വിശേഷ് ബാത് ബത്താനെ ലിയേ പത്ര ലിഖ്താ, ഒരു കാര്യം പറയാനാണ് എഴുതുന്നത്. എന്നിട്ട് എന്താണ്? ബോഡി എഴുതുക. ഏത് പത്രം വന്നാലും ഈ ഫോർമാറ്റിൽ തന്നെ തുടങ്ങിക്കോ. ഫോർമാറ്റ് അവിടെ റെഡിയാണ്. പിന്നെ എന്ത് എഴുതാം? ജവാബ് കി, തുമാരി ജവാബ് കി പ്രതീക്ഷ. ഇവിടെ തേര എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എന്ത് എഴുതാം? തേര ജവാബ് കി പ്രതീക്ഷ മേ ആപ്കെ താങ്കളുടെ, റെസ്പെക്റ്റ് ഉണ്ട്, തുമാരെ. അങ്ങനെ നമുക്ക് അവിടെ റെസ്പെക്ട് കൊടുത്തിട്ട് റെസ്പെക്റ്റിന്റെ ബേസിൽ അവിടെ കൊടുക്കാം. തൊട്ട് താഴെ എന്ത് എഴുതണം? സേവാമേ എഴുതണം. സേവാമേ ടു അഡ്രസ് എഴുതണം. ടു അഡ്രസ് ആർക്കാണ് എഴുതുന്നത്? കേശവൻ തന്നെയാണ് എഴുതുന്നത്. അതിന്റെ നേരെ സെയിം ഇവിടെ തന്നെ കൊണ്ട് എഴുതിക്കോ. ഈ നെയിമിന് പകരം ഇവിടെ എഴുതിക്കോ. എന്താണ്? തുമാര പ്രിയ മിത്ര, തുമാര മിത്ര. ഓക്കെ, തുമാര മിത്ര എന്ന് എഴുതിക്കൊണ്ട് എന്ത് എഴുതണം? നമ്മൾ അവിടെ കൺക്ലൂഡ് ചെയ്യണം. തുമാര മിത്ര, സിഗ്നേച്ചർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ ഒരു പേര് എഴുതിക്കൊണ്ട് നല്ല രീതിയിലൊരു പത്രം അവസാനിപ്പിക്കാം. സോ അതിൻ്റെ കണ്ടന്റ് ഇതാണ്. നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തതാണ്. കണ്ടന്റ് ഈസ് നമ്മുടെ കോണ്ടന്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കോണ്ടന്റ്, റൈറ്റ്? സോ കണ്ടന്റ് എന്ന് പറയുന്ന സന്തോഷത്തിനാണെങ്കിലും കോണ്ടന്റ് ആണ് പറയുക, അല്ലെ? നമ്മുടെ എന്താണ് ടോപ്പിക്കിനൊക്കെ കോണ്ടന്റ് എന്നാണ് പറയുക. സോ റെഡി? നമ്മുടെ എന്താണ് സബ്ജക്ട്? മാറ്റർ അവിടെ റെഡിയാണ്. നമ്മൾ എഴുതിയിട്ടുണ്ട് കേസെ ഹോ, ആശാ കർത്താവ് കി തും കുശൽ ഹോ
ഹോന, പരിവാർ സെ കുശൽ കഹന നമ്മൾ പറയണ്ടേ, ഫാമിലിയുടെ ഒക്കെ എന്താണ് കുശൽ അന്വേഷണം പറയണം. ഓക്കെ റെഡി. സോ അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതിലൊന്നും കാണാത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ബാച്ചിത് കോൺവെർസേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് വരാം, മേ ബി എവിടെ നിന്നാകാം. ഓക്കെ, കോൺവെർസേഷൻ ഏതിലൊക്കെ ആവാം, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചോ ഏതിലൊക്കെ പോസിബിലിറ്റി ഉണ്ടോ. ചിലപ്പോൾ ഒരു വാർത്താലാപ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും, ഞാൻ പറയുന്നു ചിലപ്പോൾ കേശവിൻ്റെ അച്ഛനും ആ ഇൻസിഡന്റിന് ശേഷമുള്ള ഏതെങ്കിലും കേശവിൻ്റെ സുഹൃത്തോ ശേഷവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നോട്ട് ചെയ്ത് വെച്ചോളൂ. വെരി ഗുഡ് ബച്ചോ. അടുത്ത നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി കോമൺ ആയിട്ട് ഇതൊക്കെ അല്ലാതെ ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വരാം? ഓർ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമ്മൾ അവസാനമായിട്ട് കാണുന്ന ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ്? നീച്ചെതിയ ഖണ്ഡ് പടേ, ഒരു ഖണ്ഡ് തന്നിട്ട് അത് വായിച്ചിട്ട് 15ന്റെയും 16ന്റെയും 15-16 ഉത്തരലിക്ക് ഈ 2 ചോദ്യത്തിന്റെ ഉത്തരം എഴുതൂ എന്നാണ് പറയുന്നത്. എങ്ങനെ എഴുതാം? എങ്ങനെ നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നോട്ട് ചെയ്തോ, എല്ലാവരും നോട്ട് ചെയ്തോ. ഇതുവരെ ഹിന്ദി എക്സാമിന് ചാപ്റ്റർ പഠിക്കാത്തവർക്കും ഒന്നിനും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞവർക്ക് വരെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്. സോ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് എഴുതാം. കുറച്ചൊന്ന് ഭാഷ മനസ്സിലാക്കിയാൽ മതി, നല്ല രീതിയിൽ നിങ്ങൾക്കൊണ്ട് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിഹാസ്, സംസ്കൃതി, ആധുനികത. ഇതിഹാസ് എന്ന് പറയുന്ന ഹിസ്റ്ററിയാണ്, സംസ്കൃതി എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറാണ്, ആധുനിക എന്ന് പറയുന്ന ആധുനികത മോഡേണൈസേഷനെയാണ് പറയുന്നത്. അതിനെന്താണ്? അദ്ഭുത് സംഗം ഹെ ദില്ലി. ഒരു വിവരണമാണ് അല്ലെ, ഒരു വിവരണം തന്നിട്ട് അതിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുക. എങ്ങനെ നോക്കാം? താജ്മഹൽ കിസ് നദി കെ കിനാരെ പേ ഹെ. ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാണാം. എന്താണ്? താജ്മഹൽ ലഗ്ഭഗ് 200 കിലോമീറ്റർ ദൂർ ആഗ്ര മേ യമുന കെ കിനാരെ, യമുന നദി കെ കിനാരെ. അപ്പോൾ എഴുതണം യമുന. ഓപ്ഷൻ ഡി ആണ് ശരി. വായിച്ചിട്ട് ഉത്തരം എഴുതാം. നിങ്ങൾ സിലബസിൽ ഒന്നും കാണത്തില്ല. ഇതുപോലെ നിങ്ങളുടെ അനലിറ്റിക്സും നിങ്ങളുടെ എന്താണ് പെട്ടെന്നുള്ള എങ്ങനെ നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു, ഓക്കെ, നിങ്ങളുടെ ആ ഒരു പെട്ടെന്നുള്ള നിങ്ങളുടെ എങ്ങനെ ഒരു കാര്യത്തെ ടാക്കിൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ അനലിറ്റിക് സ്കിൽസ്. അതുപോലെ തന്നെ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ നല്ല രീതിയിൽ വായിച്ചോ, നല്ല രീതിയിൽ 2-3 തവണ വായിച്ചാൽ ഡെഫിനറ്റ്ലി 5 മാർക്ക്. ഞാൻ പറഞ്ഞു ഇതുവരെ സിലബസോ അല്ലെങ്കിൽ ചാപ്റ്ററോ തൊടാത്ത ആൾക്ക് 5 മാർക്ക് വരെ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതുവരെ സിലബസോ 5 മാർക്ക്, ഞാൻ പറഞ്ഞു ഇതുവരെ സിലബസ് അതുപോലെ തന്നെ ചാപ്റ്റർ നോക്കാത്ത ആൾക്ക് 5 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വളരെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, പാഴാക്കരുത്. ഓക്കെ റെഡി. സോ അടുത്ത് എന്താണ്? മീനു അപ്പനി മാ ബാപ്പ് കെ സാത്ത് ദില്ലി ദേഖ്നെ ഗയെ. ഓക്കെ, ഉപരോक्त खंड की सहाय से मीनू की यात्रावृत्त का अंश तैयार करे. ഓക്കെ, ഒരു യാത്രാവൃത്തം എഴുതാനും പറയുന്നത്. ഈ ഒരു ഇതിന്റെ ഒരു യാത്രാവൃത്തമായി അതിന് പകരം നിങ്ങൾക്കൊരു ഓർ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഓർ ക്വസ്റ്റ്യൻ എന്താണ്? ഓർ ക്വസ്റ്റ്യൻ ഇതാണ്, നമൂനാക്കെ പൂർത്തിക്കരെ. ഓരോന്നിനും ഓരോ ഉത്തരം വൺ വേർഡ് ആക്കിയിട്ട് ഓരോ മഹത്തരമായിട്ട് സ്ഥലങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്ക് 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടി. പിന്നെ ഈ യാത്രാവൃത്തം എഴുതണോ? ഇതൊന്ന് വായിച്ചു നോക്കിക്കോ. എങ്ങനെ എഴുതാം? ഇവിടെ കാണാം, ലൈറ്റ് ആൻഡ് സൗണ്ട് കെ ഷോ ആകർഷ്. എവിടെയാണ്? ലാൽ കിലയിലാണ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ, ലാൽ കില. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എന്താണ് ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ശാന്താർ ജോ പര്യടക് ലൈറ്റ് ആൻഡ് സൗണ്ട് തോ ഭാരത് കെ ഇതിഹാസ്. ഇത് എവിടെയാണ്? ലാൽ കിലെ കാ ലൈറ്റ് ആൻഡ് സൗണ്ട്. അപ്പോൾ ലാൽ കിലെ യഹ ഷഹീദ് സൈനികോ കാ സ്മാരക എവിടെയാണ്? ദില്ലി മേ ജോ സ്ഥിത്. ഇന്ത്യ ഗേറ്റ് ആണ് രണ്ടാമത്തെ ഉത്തരം, ഇന്ത്യ ഗേറ്റ്. യഹ് അനശ്വർ പ്രേം കാ പ്രതീക് എവിടെയാണ്? താജ്മഹൽ എന്ന് നിങ്ങൾ കാണാം. താജ്മഹൽ ആണ് അനശ്വർ ജോ പ്രേം കാ जो इनका जो बोल रहा है ये अनश्वर प्रेम का प्रतीक है എന്ന് പറയുന്ന താജ്മഹലാണ്. അതുപോലെ അടുത്ത എന്താണ്? ഭാരത് കെ സബ്സെ ബഡെ സംഗ്രഹാലയോ മേ ഏക് ഹെ. എവിടെയാണ്? ഇതാണ് രാഷ്ട്രീയ സംഗ്രഹാലയ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയ സംഗ്രഹാലയാണ് ഏറ്റവും വലിയ സംഗ്രഹാലയ ഭാരത് കെ. ഓക്കെ, പിന്നെ എന്താണ്? രാഷ്ട്രപതി ഭവൻ കാ ഉദ്യാൻ ക്യാ ഹെ. ഉദ്യാൻ ഏതാണ്? മുഗൾ ഗാർഡൻ അല്ലെങ്കിൽ അമൃത ഉദ്യാൻ ആണ് അതിന്റെ ഉത്തരം. ഇങ്ങനെ വായിച്ചാൽ അതിൽ തന്നെയുണ്ട് കംപ്ലീറ്റ് ഉത്തരം. ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാം. സോ ബോധ് ബടിയ വെച്ചോ, അച്ഛേ സെ തയ്യാറി കരോ ആപ്കി എക്സാം की. ഒന്നും പേടിക്കണ്ട, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. आप लोग कर सकते हैं, मैं हूँ आपके साथ. सो बहुत बढ़िया बच्चों, तो मिलते हैं अगले वीडियो में. तब तक के लिए बहुत बहुत धन्यवाद. See you.